കൂട്ടുകാരെ, ഇന്ന് എനിക്ക് പഠിക്കാൻ ഒരു മൂടുമില്ല. അതുകൊണ്ട് സ്കൂളിന് ഞാൻ ഇന്ന് അവധി കൊടുക്കാൻ പോവാ. വേഗം ബെല്ലടിക്കട്ടെ. ബണ്ടി, ഇതെല്ലാം നീ എങ്ങനെയാ ചെയ്യുന്നേ? എനിക്കറിയില്ല. പെട്ടെന്ന് എന്റെ അകത്ത് മാന്ത്രിക ശക്തി വന്നു. ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വീർ, നീ ഇങ്ങ് വന്നേ. എന്നിട്ട് നിനക്ക് എന്തൊക്കെ മാന്ത്രിക ശക്തി ഉണ്ടോ അതൊക്കെ നീ കാണിക്ക്. ഇന്ന് ഞാൻ നിന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറാ. നമുക്ക് മാജിക്കിന്റെ ശക്തി ഇവന്റെ കയ്യിന്ന് പിടിച്ചു മേടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. ഓക്കെ, ഒരു വഴിയുണ്ട്. കേക്ക്. ഞാൻ അപ്പൂപ്പന്റെ അടുത്ത് പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കാം. എന്നിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. വീർ, മതി അവിടെ നിന്ന് കുശുകുശിക്കിയത്. എന്നാൽ നമുക്കിനി കുറച്ചു നേരം ആക്ഷൻ ആയാലോ? അവിടെ നിക്ക്. ഇന്നെ പിടിച്ചോ. നീ പിടിച്ചോ. ഞങ്ങൾ എത്തിപ്പോയി. നീ നിന്റെ ഡ്രാമ തുടങ്ങിക്കോ. ഓക്കേ ഇംലി, ഞാൻ ആ മഹാമാന്ത്രികന്റെ അടുത്ത് എന്റെ ശക്തികളെ ഡബിളാക്കാൻ വേണ്ടി ആ മലയുടെ മുകളിൽ പോവുകയാണ്. അപ്പൊ എനിക്ക് ബണ്ടിയെ എളുപ്പത്തിൽ തോൽപ്പിക്കാനാവും. അയാൾ ഒരു ദിവസത്തേക്കാ ഇങ്ങോട്ട് വന്നത്. ആരെന്ത് പറഞ്ഞാലും ചെയ്തോടുകയും ചെയ്യും. നിന്നെ ആ മഹാമാന്ത്രികന്റെ അടുത്തേക്ക് പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല വീർ. കാണുന്നില്ലല്ലോ. വീർ എവിടേക്കാ പോയത്? അവന്റെ ശക്തി എങ്ങാനും അധികമായി കഴിഞ്ഞാ അവൻ എന്നെ എളുപ്പം തോൽപ്പിക്കും. ഞാനും ആ മാന്ത്രികന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. അല്ല, ഇതാരാ ഈ കളിപ്പാട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? നല്ല രസമുണ്ടല്ലോ കാണാൻ. ഞാനിത് ബണ്ടിയുടെ ബർത്ത്ഡേക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കും. നോക്കിക്കോ, ഇത് ആരുടെയാ ഈ കളിപ്പാട്ടോ? എന്റെ പുതിയ കാറ് പോയേ. ഞാനിനി എന്ത് ചെയ്യും? എന്താ ചണ്ടാ സാറേ, ഇപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയോ? നീ എന്താടാ ആളെ കളിയാക്കുന്നോ? പറയടാ. അത് അപ്പൂപ്പ കാണുന്നുണ്ടോ? വേറെ പോയ അപ്പൂപ്പ ആ റോബോട്ടെല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുക. വീറിനെ ഞാൻ അവിടേക്ക് അയച്ചു കഴിഞ്ഞു. നീ ഇവിടെ ഇരുന്നോളൂ. ദേ നോക്ക്, വീർ എത്തിക്കഴിഞ്ഞു. നീ ആരാണെങ്കിലും തിരിച്ചു പോയിക്കോളൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർത്ത് കളയും. എന്റെ പ്രിയപ്പെട്ട ലാഫിംഗ് റോബോട്ട്, ആ വീറിന്റെ കഥയങ്ങ് കഴിച്ചേക്ക്. പക്ഷേ ഒറ്റയടിക്ക് തീർക്കരുത്. ഒരു പൂച്ച എലിയെ കൊല്ലുന്നത് പോലെ വേണം. പതിയെ, സാവധാനത്തിൽ, ഇഞ്ചിഞ്ചായി, സ്ലോലി. ബൈ ബൈ വീർ, നൈസ് മീറ്റിംഗ് യു. ഇവനെ ഇവിടെ നിന്നും എവിടെയെങ്കിലും ദൂരേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവൻ ഇവിടുത്തെ എല്ലാ സാധനവും നശിപ്പിക്കും. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ജിണ്ടുവിനെ വിളിക്ക്.
ജിണ്ടുവിനെ ഇത് ശരിയാക്കാൻ കഴിയുള്ളൂ. ആ റോബോട്ട് ഭയങ്കര ശക്തിശാലിയാണ്. വീര് വിളിച്ചാൽ മാത്രമേ ജിൻടു ഇങ്ങോട്ട് വരുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം വരണം. നമ്മൾ വിളിച്ച ജിൻടു വരൂല. ജിണ്ടു, ജിണ്ടു, നീ ഇതെവിടെയാ? നമ്മുടെ വീർ അപകടത്തിലാണ്. ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? അപ്പൂപ്പ, ജിൻടു ഇപ്പൊ ഞങ്ങളെ എല്ലാരെയും അവന്റെ കുട്ടിക്കാലം കാണിക്കായിരുന്നു. എന്നിട്ട് വലുതായതുമില്ല. അവന് വലുതാവാൻ പറ്റുന്നില്ല. മാത്രമല്ല അവൻ വീട് മുഴുവൻ നാശമാക്കുകയും ചെയ്തു. അവനെ എന്റെ ലാബിലേക്ക് പോകാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അവൻ എന്റെ ലാബ് മുഴുവനും നാശമാക്കും. അപ്പൂപ്പ, അവൻ ഓൾറെഡി ലാബ് മൊത്തം കൊളമാക്കി. ഓ നോ! വീടിന്റെ എല്ലാ വാതിലുകളും അടയ്ക്ക്. ഇവ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാ പിന്നെ ആകെ പ്രശ്നമാവും. ജിൻടു, മതി ഓടിയത്. അവിടെ നിന്നേ. ഇനി നിനക്ക് ഓടാനൊന്നും സ്ഥലമില്ല. അവനെ പിടിക്കും വീർ. പുറത്തു പോയി അവനെല്ലാം തരിപ്പണമാക്കും. അല്ല, ഈ തക്കുടുക്കുട്ടൻ ബാവ ആരുടെയാ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആരുടെ കുഞ്ഞാണെന്ന്? കുഞ്ഞിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? കുഞ്ഞേ, നീ ഈ കാറിനകത്ത് തന്നെ ഇരിക്കെ. നിന്നെ ഇവിടെ ആരാ വിട്ടിട്ട് പോയതെന്ന് ഞാൻ നോക്കട്ടെ. മോനെങ്ങനെ കാർ സ്റ്റാർട്ടാക്കിയത്? കള്ളൻ, കള്ളൻ, അവിടെ നിക്കേ. ഈ ചെറുപ്രായത്തിലെ നീ മോഷണം തുടങ്ങിയോ? ജിൻടു, അവിടെ നിക്കേ. എന്റെ ഐസ്ക്രീം കാണാതായേ. അയ്യോ, ഞാൻ ഈ കഴിച്ചോണ്ടിരുന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ, ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ? എന്റെ ഐസ്ക്രീം മുഴുവൻ മോഷണം പോയി. കള്ളൻ! അയ്യോ, ആരോ മോഷ്ടിച്ചോണ്ട് പോയി. കള്ളൻ, കള്ളൻ, കുട്ടിക്കള്ളൻ. ആ കുട്ടിക്കള്ളൻ എന്റെ കാറ് കൊണ്ടുപോകുന്നേ. ഇംലി, ദേ നോക്ക്. ജിൻടു ചഡ്ഡാങ്കളുടെ കാർ എടുത്തോണ്ട് പോയി. ഞാൻ റോബോബോയായി മാറി അവനെ ചേസ് ചെയ്യേണ്ടി വരും. മുത്തശ്ശ, ജിൻടു ട്രെയിനിൽ കയറിപ്പോയി. എന്റെ റെയിൽവേ ട്രാക്കിൽ ഓടുന്ന കാർ മാജിക് ഉപയോഗിച്ച് ഇങ്ങോട്ട് കൊണ്ടുവാ. ഓക്കേ ഓക്കേ. ജിൻടു, അവിടെ നിക്കേ. ബുബു, ബുബു, ബുബു. അയ്യോ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നേ? അയ്യോ, രക്ഷിക്കണേ! അല്ല, ഈ ട്രെയിൻ എവിടെ പോയി? ഓ നോ, ഈ ജിൻടു ഒരു സൂത്രശാലിയാണല്ലോ. ഫുൾ സ്പീഡ് ഓൺ. മുത്തശ്ശ, വേഗം നമ്മളെ കാറിനെ ആകാശത്തിൽ പറപ്പിക്ക്. ആ ട്രെയിനിന്റെ തൊട്ടടുത്തെത്തി. ഞാനെന്തിന് ജിണ്ടു ചെയ്യുന്ന പോലെ ചെയ്യണം? ഞാൻ എന്റെ സ്വന്തം മന്ത്രശക്തി ഉപയോഗിക്കും. ഞാൻ ഈ കാറിന്റെ സ്പീഡ് കൂട്ടാൻ പോകുകയാണ്.
ആ ട്രെയിൻ നിർത്താതെ മറ്റു വഴികളില്ല. മുത്തശ്ശ, നമ്മള് മുന്നിലേക്ക് പോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. ട്രെയിൻ നിൽക്കത്തൊന്നുമില്ല. ദേ അങ്ങോട്ട് നോക്ക്, വഴി ബ്ലോക്കാണ്. ഇനി എന്തായാലും ആ ഡ്രൈവർ ബ്രേക്ക് പിടിച്ചേ പറ്റൂ. അപ്പൂപ്പ, ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ അല്ല, ജിൻറ്റുന്റെ മാജിക് കാരനാ ഓടുന്നേ. വേഗം എന്തെങ്കിലും ചെയ്. ഓ, അല്ല, അത് മറന്നുപോയല്ലോ. ഓടിക്കോ.